പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 ശമൂവേൽ 7:13 ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഹല്ലേലൂയ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പ്രിയരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പദം അതുതന്നെയാണ്. ഇതുവരെയും ഒതുങ്ങാത്ത ചിലത് ഒതുക്കുവാൻ, നിങ്ങളുടെ കൈക്ക് വഴക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത പലതും കാണും. നിങ്ങളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല വിഷയങ്ങളെ കാണും. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ നിങ്ങളുടെ കയ്യിൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. ഫെലിസ്ത്യരെ ഒതുക്കുവാൻ, ഫെലിസ്ത്യരെ ഹല്ലേലൂയ പരിധിക്കകത്ത്, ഹല്ലേലൂയ തൻ്റെ നിയന്ത്രണത്തിനകത്ത് കൊണ്ടുവരുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ വലിയ ശക്തിയുള്ള പോരാളികളായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഇങ്ങനെ ദൈവം ഫെലിസ്ത്യരെ ഒതുക്കി. ഹല്ലേലൂയ. ഈ പകൽക്കാലവും വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയാൽ, ചില വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ, എത്ര ഒതുക്കാൻ നോക്കിയായിട്ടും, എത്ര അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും നിങ്ങളുടെ ഹല്ലേലൂയ വരുതിക്കകത്ത് വരാത്ത, നിങ്ങളുടെ ഹല്ലേലൂയ കൺട്രോളിനകത്ത് വരാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന പലതുമുണ്ട്. നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന പലതുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിങ്ങളെ ഒതുക്കാതെ നിങ്ങൾക്ക് അതിനെ ഒതുക്കുവാൻ ദൈവം കൃപ നൽകും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ശമൂവേലിനെ പോലെ ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടുകൂടെ നിന്നാൽ, ശമൂവേലിനെ പോലെ ചില ഹല്ലേലൂയ ചുവടുകൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിശ്ചയമായി ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളുടെ കയ്യിൽ അതിനെ ഒതുക്കും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവം, കൂടെയുള്ള പടജനത്തെ നിങ്ങളോട് മറുതലിക്കാതെ നിങ്ങൾക്ക് കീഴാക്കി തരുന്നത് ദൈവത്തിൻ്റെ കൃപയത്രേ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എൻ്റെ മുമ്പിലുള്ള രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കും, ജാതികളെ എനിക്ക് കീഴാക്കി തരും. നോക്ക്, ദൈവം നമ്മുടെ മുമ്പിലുള്ള ചിലതിനെ നമുക്ക് കീഴാക്കി തരുന്നു, നമുക്ക് അതിൻ്റെ മേൽ അധികാരം തരുന്നു. ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകത. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? 1 ശമൂവേൽ 7 വായിക്കുമ്പോൾ തുടക്കത്തിലെ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ പെട്ടകം ഹല്ലേലൂയ അബീനാദാമിൻ്റെ വീട്ടിലിരിക്കുന്നു. ജനം അത് ഓർത്ത് ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ ജനത്തിന് അതിനോടുള്ള ഹല്ലേലൂയ ഒരു സ്നേഹം, അതിനോടുള്ള ഒരു ആഗ്രഹം, ഹല്ലേലൂയ തൻ്റെ പെട്ടകത്തെ മടക്കി കിട്ടുവാൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ജനത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഏറിയ നാളുകൾ ഇതിനെ ഫെലിസ്ത്യർ കൊണ്ടുപോയി. ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വമായ പെട്ടകം, ഇസ്രായേൽ ജനത്തിൻ്റെ തല ഉയർത്തുന്ന പെട്ടകം, ഇസ്രായേൽ ജനത്തിന് പുകഴുവാൻ ആ പെട്ടകത്തിലായിരുന്നു ഉള്ളത്. ഈ പെട്ടകം കൊണ്ട് കാല് വെച്ചപ്പോഴാണ് ഹല്ലേലൂയ യോർദാൻ വിഭാഗിക്കപ്പെട്ടത്. ഈ പെട്ടകം കൊണ്ട് പോയ സ്ഥലത്തൊക്കെയും ഇസ്രായേൽ മക്കൾക്ക് ജയം ലഭിച്ചു. യെരിഹോ പെട്ടകത്തിൻ്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പെട്ടകം അവരുടെ ജയത്തിൻ്റെ അടയാളമാണ്, അവരുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്, അവരുടെ ഐശ്വര്യത്തിൻ്റെ അടയാളമാണ്. ഈ പെട്ടകത്തെ ഫെലിസ്ത്യർ ഇത് മനസ്സിലാക്കി പെട്ടകത്തെ കൊണ്ടുപോയി. ഹല്ലേലൂയ. പല സ്ഥലത്തും പെട്ടകം ഇരിക്കേണ്ടതായി വന്നു. പ്രിയരെ, നമ്മുടെ കുടുംബത്തിനകത്തെ ഐശ്വര്യം നമ്മുടെ കയ്യിലുള്ള പെട്ടകമാണ്. അതേതാ? ജീവനുള്ള ദൈവത്തിൻ്റെ വചനമായ വേദപുസ്തകമാണ്. ഹല്ലേലൂയ. ഈ പുസ്തകം വായിക്കാതെ ഈ പുസ്തകത്തെ ശത്രു മറച്ചു വെക്കും, ശത്രു എടുത്തുകൊണ്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും വചനമാകുന്ന ആ പെട്ടകത്തെ നിങ്ങൾ ഉയർത്തുമോ? ആ പെട്ടകത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടാകുമോ? നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും. പലരുടെയും വീട്ടിൽ പെട്ടകം തുറക്കാറില്ല, പെട്ടകം വായിക്കാറില്ല. അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്താലും വേദപുസ്തകം വായിക്കാൻ സമയമില്ല, വചനം കേൾക്കാൻ സമയമില്ല. ഇന്ന് പകൽക്കാലം അത് ശത്രുവിൻ്റെ തന്ത്രമെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ശമൂവേലും ജനവും ചെയ്തതുപോലെ ദൈവത്തോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമോ? ഉപവസിച്ച് പ്രാർത്ഥിക്കുമോ? ആരാധിക്കുമോ? നിശ്ചയമായി ദൈവം മടക്കിക്കൊണ്ടുവരുവാൻ വിശ്വസ്തനത്രേ. നിങ്ങളുടെ നന്മയെ ഒതുക്കി വെക്കുന്ന, നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുന്ന ഫെലിസ്ത്യ സൈന്യത്തെ നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരുവാൻ, നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. പ്രിയരെ, ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ ഉയരേണ്ടത് ജീവൻ്റെ വചനമത്രേ. ആ ജീവൻ്റെ വചനം വായിൽ ഉയർത്തേണ്ടവൻ, കുടുംബത്തിൽ ഉയർത്തേണ്ടവൻ, അത് പലയിടത്തും കൊണ്ടുവച്ച്
വച്ചിരിക്കുക, പലയിടത്തും നഷ്ടമാക്കി കളഞ്ഞിരിക്കുക. ഇന്ന് പകൽക്കാലം തെറ്റ് മനസ്സിലാക്കി നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം. കർത്താവിൻ്റെ പെട്ടകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ദൈവത്തോട് നിലവിളിക്കാം. പെട്ടകം മടക്കിത്തരാൻ, പെട്ടകം തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് വിഷയങ്ങളെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മതിയായ ദൈവമത്രേ, നമ്മെ ലജ്ജയ്ക്ക് വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശത്രുവിനെ ഹല്ലേലൂയ അത്ഭുതകരമാക്കി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ഓടിച്ചു കളയും. ഹല്ലേലൂയ. ശമൂവേൽ ചെയ്ത മറ്റൊരു കാര്യം, ദൈവം നന്മകളെ ചെയ്തപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അതിന് നന്ദി പറയാൻ തൻ്റെ വാ തുറന്നു, തൻ്റെ കരങ്ങൾ ചലിച്ചു. ഒരു കല്ലെടുത്ത് മിഷ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടിയിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവം ആരാ? എൻ്റെ ദൈവം എബനേസറാ, ഇതുവരെ കൊണ്ടുവന്ന ദൈവമാ, ഇതുവരെ കരുതിയ ദൈവമാ. ഇതൊന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുമോ? നിശ്ചയമായി ശത്രുവിനെ നമുക്ക് ഒതുക്കിത്തരും. ശത്രുവിനെ നമ്മുടെ വരുതിക്കകത്ത് കൊണ്ടുവന്ന് തരും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്, നമുക്ക് ഹല്ലേലൂയ നിയന്ത്രിക്കാൻ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിനെ കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തും. ഈ പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വരുതിക്കകത്ത് വരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും പറ്റാത്ത ചിലതിനെ ഈ ദിവസങ്ങളിൽ ദൈവം തരുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ ദൈവിക ശക്തിയെ പകരട്ടെ. നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റത്തില്ലെന്ന്, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന്, നിങ്ങൾക്ക് ഹല്ലേലൂയ നിയന്ത്രിക്കാൻ പറ്റത്തില്ലെന്ന് ശത്രു പറഞ്ഞ പലതിനെയും നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പെട്ടകത്തിന് വേണ്ടി കാംക്ഷിക്കുക. 2, പ്രാർത്ഥിക്കുക. 3, ദൈവത്തെ ആരാധിക്കുക. 4, ഹല്ലേലൂയ എബനേസർ എന്ന് പറഞ്ഞ് നന്ദി പറയുക. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.